ഇവിടെ 350 സീറ്റ് നേടും, 400 സീറ്റ് ഒറ്റയ്ക്ക് നേടും എന്നെല്ലാം പറഞ്ഞ് വളരെയധികം വീരവാദങ്ങൾ മുഴക്കി BJP തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. പക്ഷെ ഓരോ ദിവസവും കൂടുതൽ ഭയപ്പെടുന്നതും എല്ലാ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും നേതാക്കന്മാർക്കെതിരെയും നിരന്തരം ചൊലുത്തുന്നതുമെല്ലാം നാം കാണുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയമായപ്പോഴേക്കും ജയിലിലടച്ചത്, മറ്റൊരു മുഖ്യമന്ത്രി ജാർഖണ്ഡിൽ ജയിലിൽ കിടക്കുന്നു. അതുപോലെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ പൂർണ്ണമായും ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം നാം കാണുകയാണ്. ഇപ്പോ MLA-മാരെ വിലക്കെടുക്കാൻ, MP-മാരെ വിലക്കെടുക്കാൻ, അതുപോലെ ചില സംസ്ഥാന പാർട്ടികളെ ദുർബലപ്പെടുത്താൻ, ദേശീയ പാർട്ടികളെ വിഭജിക്കാൻ എല്ലാം അന്യാധീനമായി പണം മുടക്കി NDA-യും BJP-യും നടത്തിയ ശ്രമങ്ങൾക്ക് പുറമെ ഇപ്പോൾ ED-യെ കാണിച്ച് ഭയപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ട് മേടിച്ച വാർത്തകൾ വരെ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ആദായ നികുതി വകുപ്പിനെ ഇതിനു വേണ്ടി ഉപയോഗിച്ചു. 41ഓളം കമ്പനികളിൽ നിന്ന് 2741 കോടി രൂപ ED വന്ന്, ആദായ നികുതി വകുപ്പ് വന്ന് പരിശോധന നടത്തി ചില രേഖകൾ എടുത്തുകൊണ്ട് പോയി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ BJP-ക്ക് വലിയ ഇലക്ട്രൽ ബോണ്ട് കിട്ടിയ വാർത്തകൾ കഴിഞ്ഞ ഒരാഴ്ച വളരെ സജീവമായി നമ്മളെല്ലാം ചർച്ച ചെയ്താണ്. ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 കാര്യങ്ങളാണ് ഉയർന്നു വന്നത്. ആദ്യത്തെ ആരോപണത്തിലെന്താ? ആദായ നികുതി കണക്ക് അസസ്മെന്റ് ഇയറിൽ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുക്കാൻ 2018-19 33 ദിവസം ഡിലേ വന്നു. അതുപോലെ തന്നെ 14 ലക്ഷം രൂപ ആ കണക്കിൽ കൃത്യമായിട്ട് കാണിച്ചില്ല, ക്യാഷ് ആയിട്ട് വന്ന് കണക്കിൽ കാണിച്ചില്ല എന്നതായിരുന്നു ആദ്യത്തെ ആരോപണം. അതിനുശേഷം 2014 മുതൽ 2021 വരെയുള്ള 8 വർഷം അത് ക്ലോസ് ചെയ്ത പല കണക്കുകളും റീഓപ്പൺ ചെയ്തിട്ട് അതിൽ ചില ക്യാഷ് ഡൊണേഷനും ചില ട്രാൻസാക്ഷനും കണ്ടെത്തി എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആരോപണം. മൂന്നാമത്തെ ആരോപണം 30 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1994-95 കൃത്യമായി പറഞ്ഞാൽ സീതാറാം കേസരി കോൺഗ്രസിന്റെ ട്രഷറർ ആയിരിക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്യാഷ് വന്നിട്ടുണ്ട്. അത് 30 വർഷം കഴിഞ്ഞ് റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും അവസാനം 2017-2021 അസസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയി, കോടതി അതിന്റെ കേസ് തള്ളി. ഇപ്പോൾ 1700 കോടി രൂപയോളം വിശദീകരണം ചോദിച്ചുകൊണ്ട് പൈസ അടയ്ക്കാനുള്ള ഡയറക്ഷൻ കൊടുത്തു. ഇന്ന് അത് കൂടാതെ 5ാമതും 6ാമതും ആയിട്ടുള്ള നോട്ടീസ് കിട്ടി എന്നതാണ് ശ്രീ ജയറാം രമേശ് പത്രസമ്മേളനം വിളിച്ച് പത്രക്കാരെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഫെബ്രുവരി മാസത്തിലാണ് ഈ വാർത്ത ആദ്യം പുറത്തു വരുന്നത്. തുക പറഞ്ഞിട്ടില്ല. അതായത് 8 വർഷം മുമ്പുള്ള, അതായത് 2016 മുതൽ 2014 മുതലുള്ള കണക്കുകൾ കൊടുത്ത് ക്ലോസ് ചെയ്ത അസസ്മെന്റ് ഇയറിലെ വീണ്ടും പരിശോധിക്കുകയാണ്, വീണ്ടും പൊടി തട്ടിയെടുക്കുകയാണ്. ആ പൊടി തട്ടിയെടുത്തിട്ട് ഇത്ര കോടി രൂപ ക്യാഷ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചുകൊണ്ടേയിരിക്കുക. തെരഞ്ഞെടുപ്പ് സമയത്ത് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ കണക്ക് കൃത്യമായി ഫ്രീസ് ചെയ്യുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ താങ്കൾ ചോദിച്ചു, ഇതേ വയലേഷൻ BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഓരോ വർഷവും ഇപ്പൊ ഈ 4-5 വർഷം കോൺഗ്രസിന്റെ വയലേഷൻ കണക്ക് കൂട്ടിയെടുത്ത് കൃത്യമായി നോട്ടീസ് അയച്ചത് എടുത്ത് പരിശോധിച്ചാൽ, അതേ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ കോൺഗ്രസിന്റെ വയലേഷൻ 2016-17 694 കോടി രൂപയുടെ ഡിമാൻഡ് നോട്ടീസ് അയക്കണം ആദായ നികുതി വകുപ്പ്. 2017-18 670 കോടി രൂപ, 2018-19 1405 കോടി രൂപ, 2019-20 1847 കോടി രൂപ. അങ്ങനെ നോക്കിയാൽ 4617 കോടി രൂപ ഈ 6 വർഷം, അതായത് കോൺഗ്രസിന്റെ ഇപ്പോൾ കണക്ക് കൂട്ടി 1700 കോടി രൂപ എന്ന് കണക്ക് കൂട്ടി ആദായ നികുതി വകുപ്പ് പ്രത്യേകമായിട്ടുള്ള ഡിമാൻഡ് അയച്ചത് അതേ മാനദണ്ഡം പാലിച്ചാൽ അതിന്റെ 3 ഇരട്ടി BJP ആദായ നികുതി അടയ്ക്കണം. അതെങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടിയും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന്റെ സെക്ഷൻ 29C അനുസരിച്ച് ഓരോ സാമ്പത്തിക വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുക്കണം. 20,000 രൂപയിൽ കൂടുതലായി വരുന്ന എല്ലാ സംഭാവന ഏത് വ്യക്തിയാണ് തന്നത്, ആ വ്യക്തിയുടെ അഡ്രസ്സ്, കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ അഡ്രസ്സ്, തുക വച്ച് ഫോം 24A പ്രകാരം കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കണം. ആ 24A കൊടുക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് കൃത്യമായി ആദായ നികുതി വകുപ്പിന് കൊടുത്ത് സെക്ഷൻ 13A പ്രകാരം ആദായ നികുതി അടയ്ക്കൽ നിന്നുള്ള എക്സംഷൻ വാങ്ങിക്കുന്നത്. അപ്പോ ഇവിടെ BJP ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്കും ആ കണക്ക് അതിന്റെ കോപ്പി ആദായ നികുതി വകുപ്പിന് കൊടുക്കുന്നതും അതിലെ കണക്കിന്റെ വേരിയേഷനും വരുമ്പോൾ 4617 കോടി രൂപയുടെ ഡിമാൻഡ് ഇപ്പോൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ അത് കൊടുക്കുന്നില്ല. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതേ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നു, അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ സാധിക്കാതെ വരുന്നു, മറ്റു തരത്തിൽ നേതാക്കന്മാർക്കെതിരെ നോട്ടീസ് അയക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും കടുത്ത ഭീഷണിയിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. ED, CBI, NIA, അതുപോലെ കസ്റ്റംസ്, അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പിനെ ദുരുപയോഗം ചെയ്ത് എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ
വേട്ടപ്പട്ടി പോലെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ പറഞ്ഞുവിട്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച് കോടികൾ സമ്പാദിക്കുക, മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് 5 പൈസ കിട്ടാതിരിക്കുക, അങ്ങനെ ജനാധിപത്യത്തിന്റെ മഹോത്സവമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് അങ്ങനെയെങ്കിലും മൂന്നാമത്തെ ഭരണത്തിൽ വരാൻ കഴിയുമോ എന്ന് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണി നേരിടും. കാരണം ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമുള്ള എല്ലാ അവകാശം അത് BJP ഓഖാനിച്ചു നിന്ന് അവരുടെ അടുത്തുനിന്ന് മേടിച്ചെടുക്കേണ്ടതല്ല, BJPയുടെ ഔദാര്യമല്ല. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശമാണ്, ജനാധിപത്യ വിശ്വാസികളുടെ അവകാശമാണ്. ആ അവകാശത്തിന് വേണ്ടി എത്ര ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തേണ്ടി വന്നാലും എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും, അതിൽ സംശയമില്ല. ശരി. Debate with Smriti Parithikad.